ഗൈസ്, കണ്ണിമ വെട്ടാതെ ചൂണ്ടക്കാരെല്ലാരും ധൃതങ്ക പുളകതിരായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ആശാനായ ടോമിച്ചൻ ആശാന് ഒരു വൺ സ്ട്രൈക്ക് കിട്ടിയിരിക്കുവാണ്. മീനിന്റെ ഓട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അടിച്ചിരിക്കുന്നത് ഒരു സൈസ് ഉള്ള തെരണ്ടിയാണ്. പക്ഷേ ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ പൊടിമീനുകൾക്കായി ഇട്ടിരിക്കുന്ന ചൂണ്ടയിലാണ് തെരണ്ടി കയറി ബെയ്റ്റ് എടുത്തിരിക്കുന്നത്. കരിമീനിനെ പിടിക്കുന്ന സൈസിലുള്ള ചെറിയ ചൂണ്ടയും ഒന്ന് ആഞ്ഞു തുമ്മിയാൽ പൊട്ടിപ്പോണ ടങ്കീസുമാണ് ഇതിന്റെ അറ്റത്ത് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ഐറ്റത്തിൽ ഈ കാണുന്ന ഏരിയയിൽ വെച്ച് ഒരു തെരണ്ടി കയറി ബെയ്റ്റ് എടുക്കുവാണെങ്കിൽ അതിനെ കരക്ക് കയറ്റുന്ന കാര്യം ചിന്തിക്കാൻ പോലും പാടില്ല. കടലിന്റെ അടിയിലോട്ട് ഫുള്ള് കല്ലുകളായതുകൊണ്ട് തന്നെ ബ്രൈഡോ ടങ്കീസോ കല്ലിൽ തൊടേണ്ട താമസം അത് പൊട്ടിയിരിക്കും. പക്ഷേ ഈ കാണുന്ന തെരണ്ടിക്ക് ആളങ്ങാട്ട് മാറിപ്പോയി കേട്ടോ. ആശാൻ കയറി ബെയ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ തുറയിൽ ആശാന്റെ ചൂണ്ടയിലായി പോയി. ചരിഞ്ഞോടുന്ന തെരണ്ടിയെ വണ്ടി വളച്ചെടുക്കുന്ന പോലെ കളിപ്പിച്ച് കല്ലുകളുടെ ഇടയിൽ കൂടി നമ്മുടെ വരുതിക്ക് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത്രയും ചെറിയൊരു റോഡ് ഉപയോഗിച്ച് തെരണ്ടി ഇങ്ങനെ നിർത്തി കളിപ്പിക്കുന്നത് കാണാൻ തന്നെ ഒരു ലുക്കാണ് കേട്ടോ. ഡ്രാഗൺ വലിച്ചിളക്കി ഏകദേശം 50 മീറ്ററോളം ഓടിയ തെരണ്ടി അവസാനം തളർന്ന് പദം വന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചിരിക്കുന്നത് നമ്മുടെ ടോമിച്ചൻ ആശാന്റെ ചൂണ്ടയിലായതുകൊണ്ട് തന്നെ തെരണ്ടി എന്തായാലും കരയിൽ കയറും എന്നുള്ള കാര്യത്തിൽ ചൂണ്ടക്കാർക്കാർക്കും ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും കുറെ നേരത്തെ പിടിക്കും വലിക്ക് ശേഷം തെരണ്ടി ഇങ്ങ് നമ്മുടെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മീനിങ് എത്തിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഷാനവാസ് ബ്രോ ആശാന്റെ മുന്നേ ഗഫുമായിട്ട് സജ്ജനാണ്. പക്ഷേ ഇവിടെ കൊണ്ട് കഥയ്ക്ക് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. നമ്മുടെ കയ്യെത്താ ദൂരത്ത് വരെ എത്തിയ തെരണ്ടി കടലിലെ തൊട്ട് മുന്നേ കാണുന്ന കല്ലിന്റെ സൈഡിൽ കൂടി ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ അവസാനത്തെ നിമിഷത്തിൽ അവൻ ആശാന്റെ കയ്യിൽ നിന്നും ബ്രൈഡും പൊട്ടിച്ചോണ്ട് ജീവനം കൊണ്ട് ഓടുവാണ് സുഹൃത്തുക്കളെ, ജീവനം കൊണ്ട് ഓടുവാണ്.